ഈ പ്രഭാതത്തിൽ വന്ദനം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം 2-ാം വാക്യം. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരണം. അതെന്റെ അരമനയ്ക്ക് സമീപമല്ലോ. അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. ആഹാബിന്റെ അരമനയോട് ചേർന്ന് അല്ലെങ്കിൽ കൊട്ടാരത്തോട് ചേർന്ന് നാബോത്ത് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയതല്ല. പിതാക്കന്മാരുടെ അവകാശമായി തന്നെ കൈവശം സൂക്ഷിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല മുന്തിരിത്തോട്ടം. എന്നാൽ ആഹാബിന് പെട്ടെന്ന് ഒരാഗ്രഹം ഉണ്ടായി. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ചീരത്തോട്ടം ആക്കാം. മലയാളത്തിൽ ചീരത്തോട്ടം എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും വെജിറ്റബിൾ തോട്ടമാക്കാനാണ് ആഗ്രഹിച്ചത് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ നാം വായിക്കുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? വെജിറ്റബിൾ അഥവാ പച്ചക്കറി സസ്യങ്ങളെല്ലാം തന്നെ ഒരു സീസണിലേക്ക് മാത്രമുള്ളതായിരിക്കും. അടുത്ത സീസണിൽ വീണ്ടും കൃഷി ചെയ്യേണ്ടി വരും. ഒട്ടുമിക്ക പച്ചക്കറികളും അല്ലെങ്കിൽ വെജിറ്റബിൾസും സീസണിലേക്ക് മാത്രം ഉള്ളതാണ്. എന്നാൽ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ 25 മുതൽ 50 വർഷം വരെ നീണ്ടു നിൽക്കുന്ന മുന്തിരിത്തോട്ടങ്ങളുണ്ട്. വളരെ കെയറായി നോക്കുകയും വളരെ ശ്രദ്ധിക്കുകയും എല്ലാവിധമായ സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ചില മുന്തിരിത്തോട്ടം 100 വർഷം വരെ നിലനിൽക്കും എന്നും ചരിത്രം പറയുന്നു. എന്നാൽ വെജിറ്റബിളിന്റെ വാല്യൂ അല്ലല്ലോ മുന്തിരിക്കുള്ളത്, തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ഈ നാബോത്തിന് മുന്തിരിത്തോട്ടം ചോദിച്ച ആഹാബ് പറഞ്ഞത്, ഒന്ന്, അതിനേക്കാൾ നല്ലത് ഞാൻ നിനക്ക് വേറെ തരാം. അതിനേക്കാൾ നല്ലത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം അരമനോട് ചേർന്ന് കിടക്കുന്നതായതുകൊണ്ട് അതോടെ കൈവശമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലും മേൽത്തരമായത് അദ്ദേഹത്തിന് വേറെ ഉണ്ട്. അതാണ് നാബോത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ നിനക്ക് വില പണമായി തരാം എന്നും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടി, എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തരുത്. അപ്പോൾ പിതാക്കന്മാരുടെ അവകാശമായി സൂക്ഷിച്ചു വരുന്ന തോട്ടം. എന്നാൽ ഇത് ഇസബേൽ അറിഞ്ഞു. ഇസബേൽ പെട്ടെന്നൊരു വ്യാജ ഉപവാസം പ്രസിദ്ധം ചെയ്തു. ബൈബിളിൽ പല ഉപവാസങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഉപവാസങ്ങളെല്ലാം തന്നെ അതിന്റെ അനന്തരഫലം വളരെ വലിയ ദൈവപ്രവൃത്തികൾ ഉപവസിച്ച ദൈവത്തിന്റെ ഭക്തന്മാർ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു വ്യാജ ഉപവാസമായിരുന്നു. നാബോത്ത് ഉപവാസം എന്ന് കേട്ടപ്പോൾ തന്നെ ക്ഷണിക്കുകയും കൂടി ചെയ്തപ്പോൾ വളരെ സന്തോഷിച്ചു. ഒന്ന്, നാബോത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. മറ്റൊന്ന്, തന്നെ ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണം തനിക്ക് ലഭിക്കാൻ സാധ്യത ഒരുപക്ഷെ കുറവായിരുന്നിരിക്കാം. അപ്പോൾ തന്നെ ക്ഷണിച്ചതിൽ തനിക്ക് സന്തോഷം തോന്നി. എന്നെ ക്ഷണിച്ചല്ലോ. രാജ്ഞി പ്രസിദ്ധം ചെയ്ത ഉപവാസമല്ലേ. 2, ചെന്നപ്പോൾ കിട്ടിയ സ്ഥാനം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഥമ സ്ഥാനം. ഇപ്പൊ ചിലതൊക്കെ ചിലർ ചെയ്യുന്നത് പിറകിലെ വ്യാജം ഗ്രഹിപ്പാൻ നമുക്ക് കഴിയാതെ പോകും.
ഒടുവിൽ നാബോത്തിനെതിരായി ചിലരെ നിയമിച്ചിരുന്നു. അവർ നാബോത്തിനെതിരായി കുറ്റം പറഞ്ഞു, നാബോത്തിനെ കൊന്നുകളഞ്ഞു. ഈ വ്യാജ ഉപവാസം കൊലപാതകത്തിൽ അവസാനിച്ചു. എന്നാൽ ദൈവം പ്രവാചകന്മാരിലൂടെ പറഞ്ഞു, പ്രവാചകനെ അയച്ചു പറയിച്ചു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയതുപോലെ നിന്റെ രക്തവും നായ്ക്കൾ നക്കും. നമുക്കറിയാം ഇസബേലിന്റെ മരണം. ഇസബേൽ മുകളിലത്തെ നിലയിൽ നിന്ന് തള്ളി താഴെയിട്ടു. ദേഹമെല്ലാം തകർന്ന് തരിപ്പണമായി പോയി. അപ്പോൾ യൂദായുടെ ലേഖനം നാം പഠിക്കുന്നത് വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടുന്നവർ ആയിരിക്കണം. ഒരിക്കലായി നമുക്ക് ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസം, അവകാശമായി നമുക്ക് ലഭിച്ച വിശ്വാസം, അതിനുവേണ്ടി മരണപര്യന്തം നാം പോരാടുന്നവരായിരിക്കാൻ. അതാണല്ലോ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. ഹിന്ദിയിൽ പ്രാൺ ദേനെ തക് എന്നാണ്. ജീവൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ വിശ്വസ്തരായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.